നാൻസി റാണി സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ഹാന കൃഷ്ണ. സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നുവെന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിൽ എത്തിയിരുന്നതെന്നും അഹാന വെളിപ്പെടുത്തി. സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത, യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേതെന്നും അഹാന പറയുന്നു. സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നുവെന്നും അഹാന പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 സംവിധായകൻ അന്തരിച്ചതിനെ തുടർന്ന് ഭാര്യ നൈനയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷനും റിലീസിന്റെ കാര്യങ്ങളും നോക്കിയത്. സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടയിൽ നായിക അഹാന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല എന്ന് പരസ്യമായി ആരോപിച്ച് നൈന രംഗത്ത് വന്നതോടെയാണ് വിഷയം ചർച്ചയായത്. അഹാനയുടെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നാൻസി റാണി വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. വളരെ നീണ്ട പോസ്റ്റാണ്. അതിനാൽ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം വായിക്കുക. ചുരുക്കി പറഞ്ഞാൽ, സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരവുമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ വിഷയം എന്താണെന്ന് വച്ചാൽ, ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എന്നെക്കുറിച്ച് വളരെ തെറ്റായതും മോശവുമായ നുണ പ്രചരിപ്പിച്ചു എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ എന്റെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് ക്ലിക്ക് ബൈറ്റുകൾക്കായി അസുഖകരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രചരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രസ്താവനയായിരിക്കും, അല്ലെങ്കിൽ പ്രതികരണമായിരിക്കും ഇത്. നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്റെ മറുപടിയാണ് ഈ കുറിപ്പ്. ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസമെടുത്തു. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്ക് 2023 അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിനെ കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ നൈനയെക്കുറിച്ചും പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അവരുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നൈനയെക്കുറിച്ച് പറയുമ്പോൾ, അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. കൂടാതെ സത്യം എന്നും അതിന്റെ വഴി കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നൈന പരസ്യമായി എനിക്കെതിരെ നിരവധി നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത, ധാർമ്മികതയില്ലാത്ത, സഹാനുഭൂതിയില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും, പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ, ഒരു വ്യക്തിക്ക് എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നാണ്.